ഇപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. അപ്പോൾ ഉടനെ അവരെന്ത് ചെയ്യും? അവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. മദറിനോട് സോറി പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ ഉടമ്പടിയിൽ ആകപ്പാടി ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്? നേർച്ച വസ്തുക്കൾ മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാം ഉടമ്പടി തന്നെയാണത്. സത്യസന്ധമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അത് അകലെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഓൺലൈൻ ഉടമ്പടി എന്തിനാണ്? അന്റാർട്ടിക്ക പോലുള്ള ഒരു കാലത്ത് നാട്ടിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. മാതാവിൻ്റെ പ്രത്യക്ഷ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പടപടാന്ന് വെളിപ്പെടുത്തിയതാണ്. അല്ലാതെ പിന്നീട് ഞങ്ങളാരും ചിന്തിച്ച് ചെയ്തതൊന്നും അല്ല. ഇത് ചിന്തിച്ചോ ആലോചിച്ചോ ചെയ്തതല്ല. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിന് ശരിക്കും വശമില്ല, മൊബൈൽ മാത്രമേ കൈകാര്യം ചെയ്ത് പരിചയമുള്ളൂ. ഞാൻ ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഈ ഉടമ്പടി, നമ്മുടെ ഇന്നത്തെ ഉടമ്പടി 2015 അമ്മ വെളിപ്പെടുത്തിയത്. ആ 2016 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഞാൻ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ലിങ്ക് കിട്ടി. ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ ജോമളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോമള പറഞ്ഞു, അപ്പോൾ ഒരു ഡിക്സൺ എന്ന് പറഞ്ഞൊരുത്തന് ഇവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ പത്രം ഉണ്ടല്ലോ, ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തരാം. ഞാൻ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അറിയത്തില്ല, അങ്ങനെ എറണാകുളത്തുകാരനാണ്. എവിടെയോ പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയോ പുള്ളി വായിച്ച് നോക്കിയോ പുള്ളി പറഞ്ഞു, ഇത് ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. പുള്ളി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇത് ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ അമ്മ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അത് ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഉടനെ ഈ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഈ ലിങ്ക് നോക്കിയേ, ഇതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയണത്, ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നുകൊണ്ടും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ പേരും അവൻ്റെ സങ്കടവും അവൻ്റെ അറ്റകൈ സമയത്ത് ഈ ലിങ്കിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇവൻ്റെ പേരിലൊരു തിരി തെളിഞ്ഞിട്ട് അവൻ്റെ പേര് തെളിയണം മാതാവിൻ്റെ മുമ്പേ, കൃപാസനം മാതാവിനെ ഉടനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഇതിൻ്റെ ആസ്തി ഭദ്രതയെന്ന് പറയണത് 97 മുതൽ ഞങ്ങൾ 87 മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള കടലിലെ കൺവെൻഷനും 10,000 മനുഷ്യരെ കേരളം മുഴുവൻ നടന്ന് ധ്യാനം നടത്തിയതും ഇവിടെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയും ഞാൻ ഒരു രാത്രി മുഴുവനൊക്കെ ഇരുന്ന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചുണ്ട് രാത്രി മുഴുവനും. അങ്ങനെ 2004 മുതൽ 2018 കോവിഡ് വരെ ഇവിടെ ഈ എല്ലാ ദിവസവും രാത്രി 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ആൾക്കാരെ കാണാൻ വേണ്ടി രാത്രി ഇരിക്കുമായിരുന്നു. ഇവിടെ തലയൊക്കെ പൊട്ടിപ്പോണ അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പോയി അമ്പലപ്പുഴ പോയി കുർബാന ചെല്ലണത്. അപ്പോൾ ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത്. അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം, അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ഉടനെ പുള്ളിക്കാരന് പെട്ടെന്ന് മാതാവ് ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ പ്രോജക്റ്റും ഫണ്ടും പ്ലാനും ഫണ്ടും എല്ലാം ദൈവം ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുടനെ ദൈവം ഉടനെ ആ മനുഷ്യനതൊരു ഐഡിയ കൊടുത്തു. പെട്ടെന്ന് അയാൾക്കത് കത്തി. അങ്ങനെയാണ് ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പ്രശ്നം വന്ന ഉടനെ ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാർ. അത് അകലെയുള്ള ആൾക്കാരാണ്. കൃപാസനത്തിൽ വന്ന് എത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ കൃപാസന അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവർ കോവിഡ് കാലത്ത് അമ്മ തന്നാണ് ഓൺലൈൻ ഉടമ്പടി. കോവിഡിനെ ഇങ്ങോട്ട് അടക്കാൻ പറ്റാത്തത് നമുക്കിതെല്ലാം അടച്ചിട്ടൊക്കെയായിരുന്നു 1 കൊല്ലം 1.5 കൊല്ലമായിട്ട്. അപ്പോഴാണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഫലിക്കുമോ ഇത്? അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാര്യം നമ്മളെന്ത് കൃത്രിമമായിട്ട് രൂപം ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് വിചാരിച്ചത്. അവർ ഓൺലൈൻ ഈ തീർത്ഥാടന ഉടമ്പടിയാകുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, രോഗികളെ പോയി കാണണം, അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം, കുറേ ചെയ്യാനുള്ള വർക്ക് എക്സർസൈസുകളില്ലേ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. ഞാൻ എല്ലാം ഇതിനകത്തുണ്ട്, ആൾക്കാർ ചെയ്താൽ മതി. കാര്യം നമ്മളെ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ വൈറ്റോ ബ്ലാക്കോ ആകണത് നിങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടമ്പടി ബ്ലാക്ക് ആക്കാൻ പറ്റും. എന്താ കാര്യം? അതുകൊണ്ടാണ് ഞങ്ങളെ ഈ 65 വയസ്സുകാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാത്തത്. കാര്യം അവർ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവർ.
അവർ പ്രാർത്ഥിക്കുക, അവർ ഈ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ വിശദീകരിക്കുക. ഒന്നാമത് അവർക്ക് പത്രം വായിക്കാൻ കണ്ണ് കാണാൻ പാടില്ല. പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണ് കാണാൻ പാടില്ലാത്ത ആൾക്കാരെങ്ങനെ പത്രം വായിക്കണത്? അവർ വായിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുക്കണമെമ്പോൾ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ. കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ. കാര്യം ഇവരെത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട്? ഈ 18 പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേര് ആ പത്രം വായിക്കുന്നുണ്ട്? മറ്റുള്ളവൻ്റെ മേൽ വായിക്കുത്തി കയറണം എന്നല്ല, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവന് മോന്തക്കെട്ട് എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും. ബ്ലാക്ക് കവനൻറ്റ്. അതാരാണ്? നിങ്ങൾ ബ്ലാക്ക് ആയത് കൊണ്ടാണ് കവനൻറ്റ് ബ്ലാക്ക് ആകണത്. വൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ദൈവസ്നേഹം നിറയും. എന്നിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും. അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത്. അതിലേക്ക് വരണം. കാര്യം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ദൈവത്തെ അവരറിയുകയും നീതിയുടെ മാർഗത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധയോടെ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും